പത്തരമാറ്റിൻ്റെ അപ്കമിങ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ആദർശിൻ്റെ കയ്യിൽ നിന്നും താലി വാങ്ങി അനി നമ്മുടെ നന്ദുവിൻ്റെ കഴുത്തിൽ കെട്ടുകയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് മണ്ഡപത്തിലുള്ള എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജാനകി ആകട്ടെ ആദർശിൻ്റെ കൈ തട്ടിമാറ്റിയിട്ട് പറയുന്നുണ്ട്, ആദർശേ നീ എന്താ ഈ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് അനിക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ്, നീ എന്തിനാടാ താലി കെട്ടിയത്? നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എനിക്കിഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് താലി കെട്ടിയത്? അച്ഛനെയും അമ്മയുടെയും വാക്കിന് വിലയില്ലേ? എന്തിനാ നീ ഇങ്ങനെ ഒരു പണി കാണിച്ചത് എന്ന് ജാനകി പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. ഇതിൽ നന്ദുവിനെ കുറ്റം പറയണ്ട. അമ്മ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നന്ദു വീട്ടുകാർ നോക്കിയ ബന്ധത്തിന് സമ്മതിച്ചത്. അമ്മ കാരണം നയനയെടുത്തേക്കും നവ്യയെടുത്തേക്കും ഇനിയും കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നന്ദുവിൻ്റെ കുടുംബം പോലും എന്നെ മാറ്റി നിർത്തിയത്. പക്ഷേ എല്ലാം കാണുന്ന ആ ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വിധിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, അനി എന്താണിത്? എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ബ്രോ വെറുതെ ജോലിക്കല്ല ഞാൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഒരു സമയത്ത് താൻ എന്നെ പ്രേമിച്ചു. പക്ഷേ ഞാൻ ആ സമയത്ത് അനാമികയുടെ വലയിൽ പെട്ടു. തന്നെ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് മാത്രമായിട്ടാണ് കണ്ടത്. അനാമികയുടെ കൂടെയുള്ള ജീവിതത്തിൽ ഒരു നിമിഷം പോലും അവൾ എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല. എന്നാൽ ഈ നിമിഷം വരെയും തൻ്റെ ജീവിതം എന്താകുമെന്നാലോചിച്ചാണ് എനിക്ക് വേദന തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പേരാണ് സ്നേഹമെന്ന് ആദർശേട്ടൻ പറഞ്ഞു തന്നു. ആ സ്നേഹത്തിൻ്റെ ഉറപ്പിലാണ് ഞാൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. അല്ലാതെ ഇവരുടെയും കുറ്റം പറയുന്നവരുടെയും വായടയ്ക്കാനല്ല ഞാൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. മനസ്സറിഞ്ഞ് ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ സ്നേഹം തന്നെ ജയിച്ചു എന്ന് അനി പറയുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാനിത് അംഗീകരിക്കില്ല, ഒരിക്കലും ഞാനിത് അംഗീകരിക്കില്ല. സത്യത്തിൽ ഇത് വിവാഹം തന്നെയല്ല. എനിക്കിഷ്ടമല്ലാതെ ഇവൾ എൻ്റെ വീട്ടിൽ മരുമകളായി എങ്ങനെയാണ് വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ താലി ഇപ്പോൾ തന്നെ ഞാൻ അറുത്ത് കളയുമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദുവിൻ്റെ കഴുത്തിലുള്ള താലിയിൽ പിടിക്കുകയാണ്. ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്ന അജയനാകട്ടെ നമ്മുടെ ജാനകിക്ക് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ അടി നന്ദുവിൻ്റെ മേലെ ആരോപണം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നിരുന്നെങ്കിൽ ഇന്ന് ഈ കുടുംബം ഇത്രയും പേരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇനി എന്തെങ്കിലും നീ പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് അജയൻ പറയുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, അതെന്താ പ്രസവിച്ച അമ്മയ്ക്ക് മകൻ്റെ ജീവിതത്തിൽ അവകാശമുണ്ടാകില്ലേ എന്ന് ചോദിക്കുക. ഇത് കേൾക്കുന്ന സമയത്ത് വായടയ്ക്ക്. ഈ വീട്ടിൽ അഭയം തന്നപ്പോൾ ഈ വീടിനെ പിരിപ്പിക്കാൻ നോക്കുകയാണോ? നീ കാരണം ജാനകി കൂടി കേടുവന്നു. ഇനിയും നീ ജാനകിക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിന്നെയും നിന്റെ മകനെയും ഈ വീട്ടിൽ നിന്ന് തന്നെ ഇട്ട തുണിയോടെ ആട്ടിവിടും എന്ന് ജയൻ പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നവ്യയെയും കൂടി എൻ്റെ കൂടെ തെരുവിലേക്ക് ഇറക്കി വിട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് മുത്തശ്ശൻ ആവശ്യത്തിന് സ്വത്തെഴുതി തന്നിട്ടുണ്ട്. ഞാനും എൻ്റെ മകനും സുഖമായി തന്നെ തിന്നിട്ടിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നയന് നമ്മുടെ അനിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അനി നീ എന്താ അനി ചെയ്തത്? ഞാൻ നിന്നെ വിശ്വസിച്ചു. നിൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഏടത്തിയല്ല പെറ്റമ്മയ്ക്ക് സമാനമാണെന്ന് പറഞ്ഞ നീ അന്ന് എന്നോട് സത്യം പറയാതെ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് തീരെ ശരിയല്ല അനി എന്ന് പറയണം. അപ്പോൾ അനി പറയുന്നുണ്ട്, ഏടത്തി എന്തിനാ ഏടത്തി എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഏടത്തിയാണോ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അനി ഞാൻ എന്തിനു ഭയന്നു? എന്തുകൊണ്ട് നന്ദുവിനെ വിവാഹം കഴിക്കരുതെന്ന് ഭയന്നോ? അതിൻ്റെ കാരണം നിനക്കറിയില്ല. ഈ വിവാഹം കൊണ്ട് ഇത്ര ദിവസം ആളുകൾ പറഞ്ഞതെല്ലാം സത്യമാകും. നിങ്ങൾ തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടാണ് അനാമികയ്ക്ക് ഡിവോഴ്സ് കൊടുത്ത് നന്ദുവിനെ കല്യാണം കഴിച്ചതെന്ന് ഈ ലോകം മൊത്തം പറയും. പോരാത്തതിന് നിൻ്റെ അമ്മയും അപ്പച്ചിയും അതാണ് സത്യമെന്ന് പറയും. എൻ്റെ അമ്മ പണത്തിന് വേണ്ടിയാണ് ഞങ്ങളെ 3 പേരെയും ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതെന്ന് ജീവിതാവസാനം വരെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്കത് കേൾക്കേണ്ടി വന്നു. പക്ഷേ നന്ദുവും അത് കേൾക്കണമെന്നുണ്ടോ? അതൊക്കെ പോട്ടെ, ശരിക്കും ഇവൾ മരുമകളായി വീട്ടിൽ വന്നാൽ നിൻ്റെ അമ്മ ഇവളെ ഒരു മനുഷ്യയായിട്ടെങ്കിലും പരിഗണിക്കുമോ എന്ന് ചോദിക്കുകയാണ് നയന. അപ്പോൾ അനി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ മുന്നേ തന്നെ ആലോചിച്ചിട്ടുണ്ട്. ഇതുവരെയും ഞാൻ കാരണം നന്ദുവിന് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നോ അതിനേക്കാൾ വിവാഹശേഷം അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ നന്ദുവിനെയും വിളിച്ച് ഈ വീട്ടിൽ നിന്നും പോകുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇനി ഞാൻ ഒരിക്കലും വരില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഞെട്ടുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്താടാ പറയുന്നത്? ഇത് നമ്മുടെ എല്ലാവരുടെയും വീടാണ്. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിൽ നിനക്കും അവകാശമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോനെ
അനി നിനക്ക് എന്താടാ? നിന്റെ അമ്മ നന്ദുവിനെ മരുമകളായി അംഗീകരിച്ചില്ലെങ്കിൽ എന്താ? ഞാൻ നന്ദുവിനെ മരുമകളായി അംഗീകരിക്കുന്നുണ്ട്. പുറത്തു പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാവരും ഒന്നിച്ച് തന്നെ ഇരിക്കാമെന്ന് ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുകയാണ്, വല്യമ്മയ്ക്ക് അറിയില്ല വല്യമ്മേ, ഇഷ്ടമില്ലാത്ത കല്യാണം നടന്നാൽ അവർക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് ഏടത്തിയുടെ ജീവിതം തന്നെ ഒരു ഉദാഹരണമാണ്. എന്നെ സ്നേഹിച്ച കുറ്റത്തിന് നന്ദുവും അത് അനുഭവിക്കേണ്ടതുണ്ടോ? സത്യമായിട്ടും എൻ്റെ അമ്മ എന്നെയും നന്ദുവിനെയും സന്തോഷത്തോടെ ജീവിക്കാൻ വിടില്ല. എൻ്റെ അമ്മ വിട്ടാലും അമ്മയെ എരിപിരി കയറ്റാൻ ജലജാപ്പച്ചിയെ പോലെയുള്ളവർ ഉണ്ടാകുമെന്ന് അനി ജലജയെ നോക്കി പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്തിനാടാ എന്നെ കാരണം കാട്ടി ഇറങ്ങിപ്പോകുന്നത്? നീ ഇവിടുന്ന് പോയാലും ഇവിടെയുള്ളവരെല്ലാം നിനക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് നിനക്കൊരു കുറവും ഉണ്ടാകില്ല എന്ന് ജലജ പറയാൻ. ഇത് കേട്ടിട്ട് അനി പറയുന്നുണ്ട്, ഈ വാക്ക് എന്താ ഇത്ര നേരമായിട്ടും നിങ്ങളുടെ വായിൽ നിന്നും വന്നില്ല എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ഞങ്ങൾ വീട്ടിൽ നിന്നും പോകുകയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഈ വീട്ടിൽ നിന്നും ഒന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് തന്നെയാണ്. നിങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ് എനിക്ക് സങ്കടം, അല്ലാതെ ഈ സ്വത്തിനെയല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അജയൻ പറയുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും വരാതെയാണടാ ഞങ്ങൾ നിന്നെ ഇതുവരെയും നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ നീ എങ്ങനെയാടാ ജീവിക്കാൻ പോകുന്നതെന്ന് സങ്കടത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല അച്ഛാ, ജീവിതം തന്നെ തെളിയിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദു വാ പോകാം എന്ന് പറയുമ്പോൾ കനക തടയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം മോനെ എന്ന് പറയുക. അപ്പോൾ അനി പറയുക, വേണ്ട അമ്മേ, ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ആ വീട്ടിൽ താമസിച്ചാൽ ഇതിലേറെ പ്രശ്നങ്ങൾ വരും, ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, മോൻ എൻ്റെ മോൾക്കൊരു ജീവിതം നൽകിയത് ആലോചിച്ച് സന്തോഷപ്പെടണോ, അതോ മോൻ്റെ വീട്ടിൽ നിന്നും മോൻ ഇറങ്ങിപ്പോകുന്നത് ആലോചിച്ച് സങ്കടപ്പെടണോ എന്ന് എനിക്കറിയുന്നില്ല മോനെ എന്ന് പറയുക. മോൻ ഇതുവരെയും പുറത്തുള്ള കഷ്ടപ്പാടുകൾ അറിയാതെയാണ് വളർന്നത്. ഇപ്പോൾ പുറത്തു പോയി എങ്ങനെ ജീവിക്കാനാണ്? എത്ര കഷ്ടപ്പെടേണ്ടി വരും? അതൊന്നും വേണ്ട മോനെ, നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കാം, അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് താ മോനെ എന്ന് കനക സങ്കടത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, അതേ മോനെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലതല്ല ഈ ലോകം. മോൻ കഷ്ടപ്പെടേണ്ടി വന്നാൽ അതിൻ്റെ കാരണം ഞങ്ങളുടെ മോളാണെന്ന് ഓരോ നിമിഷവും ഞങ്ങൾക്ക് വേവലാതിപ്പെടേണ്ടി വരും. നമ്മുടെ വീട്ടിലേക്ക് പോകാം മോനെ, നിങ്ങൾക്ക് ഒരു കഷ്ടവും വരാതെ ഞങ്ങൾ നോക്കാമെന്ന് പറയുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തിലെ സ്വത്ത് തന്നെ വേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ നന്ദുവിൻ്റെ വീട്ടിലത്തെ ആഗ്രഹിക്കുമോ? വീട്ടിലത്തെ മരുമകനായി അവിടെ വന്ന് നിന്നാൽ അത് എനിക്കും മര്യാദയല്ല, ഞങ്ങളുടെ അനന്തപുര കുടുംബത്തിനും മര്യാദയല്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, നന്ദുവിനെ നന്നായി നോക്കാൻ എനിക്ക് പറ്റും. ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വേവലാതിപ്പെടരുതെന്ന് പറയുകയാണ്. എന്നിട്ട് നന്ദുവിനെയും കൂട്ടി കനകയുടെയും ഗോവിന്ദൻ്റെയും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അനി. എന്നിട്ട് പറയുകയാണ്, നന്ദു നടക്ക് എന്ന് പറയുകയാണ്. എന്നിട്ട് അനി നന്ദുവിൻ്റെ കൈയും പിടിച്ച് മണ്ഡപത്തിൽ നിന്നും പോകുന്നത് എല്ലാവരും വളരെ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്.